അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുൻപ് നമ്മുടെ കുറച്ച് കൂട്ടുകാർ വിഴിഞ്ഞത്തെ വള്ളം പണിക്ക് വന്ന കുറച്ച് കൂട്ടുകാർ എന്നോട് ചോദിച്ചു, ചേട്ടാ എന്ത് വീഡിയോ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല? ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്യാത്തത് തന്നെയാണ്, ആ വീഡിയോയ്ക്ക് റീച്ചോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തി വെച്ചിരിക്കുകയാണ്. 1 മാസത്തിൽ കൂടുതലായി ഞാൻ വീഡിയോ ചെയ്യാതെ. അപ്പോൾ വീണ്ടും രണ്ടാമത് ഞാനൊരു കാര്യം അവരോട് പറഞ്ഞു കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മുൻപ് ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരുപാട് നെയ്ച്ചാള, മത്തി എന്നറിയപ്പെടുന്ന നെയ്ച്ചാള ഉള്ള കാര്യം നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമല്ല. ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വള്ളക്കാർ തന്നെ ഫോൺ ചെയ്ത് വിളിച്ചതിന് ശേഷം ഞാൻ വന്ന് ലൈവും ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒന്നാമതേ വിഴിഞ്ഞം കടപ്പുറത്ത് മീനിന് വിലയില്ലെന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ഇവർ ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ ഈ ചാള കൊണ്ടുവന്നിട്ട് ഇവർ നേരെ നമ്മുടെ പ്രധാന ഫിഷ് ലാൻഡായ നമ്മുടെ വിഴിഞ്ഞം ചൗക്കയിൽ ഈ മീൻ വിൽക്കാതെ ഈ ചൗക്കേനെ ആശ്രയിക്കുന്ന വേറൊരു കടപ്പുറത്ത് കൊണ്ടുപോയി ഇവർ ഈ ചാള മീൻ വിറ്റേ. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നത് കൊണ്ടാണ് ഇവർ അവിടെ കൊണ്ടുപോയി ലേലത്തിൽ കൊടുത്തത്. അപ്പോൾ അവിടെ ആൾക്കാർ ഒരുപാട് പോകാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഇവർ ലേലത്തിൽ കൊടുക്കുന്നത് വലിയ കുട്ടയിൽ നിറച്ച് മത്തിയാണ് അവർ ലേലത്തിൽ കൊടുക്കുന്നത്. നമ്മുടെ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ ആ ചാളമീൻ കൊണ്ടുവന്നത് ചെറിയ കുട്ടയിലാണ് ഇവർ കൊണ്ട് ഇവിടെ വിഴിഞ്ഞത്തെ നമ്മുടെ ഫിഷ് ലാൻഡിൽ കൊടുത്തത്. അപ്പോൾ അവിടെ പോയപ്പം ഇവരിവിടെ ചെയ്യാത്ത പല കാര്യങ്ങളും ഇവർ അവിടെ ചെയ്തു. അവിടെ പോയപ്പം അവിടെ വലിയ കുട്ടയും ആക്കി അവർ പറഞ്ഞതുപോലെ നിറച്ച്, അതായത് കോരി എന്ന് പറയും, അതായത് ചെറിയ കന്നാസ്, നമ്മുടെ വെള്ളമൊക്കെ വെള്ളത്തിൽ കോരി ഒഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ കോരി നിറയെ മീനും കൊണ്ടുവന്ന് ഇവർ നിറയെ ഫില്ലാക്കിയിട്ടാണ് ഇവരവിടെ കൊടുത്തത്. അപ്പോൾ ഇവിടെ വിഴിഞ്ഞ ഫിഷ് ലാൻഡിൽ ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ അവിടെ ചെയ്തു. പക്ഷെ നിങ്ങളെന്താണ് നമ്മുടെ വിഴിഞ്ഞ ഫിഷ് ലാൻഡിൽ ഇത് ചെയ്യാത്തത്? നിങ്ങൾ വലിയ കുട്ടയിൽ മീൻ ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വില കിട്ടും. പക്ഷെ നിങ്ങൾ ഈ വിഴിഞ്ഞത്ത് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആ കടപ്പുറത്ത് പോയപ്പോൾ എന്തിനാണ് ചെയ്തത്? നിങ്ങൾക്ക് ഇവിടെ ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ വലിയ കുട്ടയിലാണ് ഇവിടെ ലേലത്തിൽ കൊടുക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാരെല്ലാം നമ്മുടെ കടപ്പുറത്തേക്ക് വരും, മീനിന് വിലയും കൂടുതൽ കിട്ടും. നിങ്ങൾ ചെറിയ കുട്ടയിൽ ഇവിടെ ലേലത്തിൽ കൊടുക്കുന്നു, മീനുകൾ ഒരുപാട് അത് നിറച്ച് വയ്ക്കുന്നില്ല, അതാണ് പരാതി. രണ്ടാമത് നമ്മുടെ മത്സ്യത്തൊഴിലാളി സൗകര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കുട്ടിച്ചൂര കൊണ്ടുവന്ന് എണ്ണി കൊടുക്കുന്ന സമയം കറക്റ്റായിട്ട് എണ്ണി കൊടുക്കുക. ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകാം, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ഇനിയും ഈ മീൻ എണ്ണുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എണ്ണി കൊടുക്കാനായിട്ട് കേട്ടോ. അതുപോലെ ഈ മോശപ്പെട്ട സാധനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് മാറ്റി വയ്ക്കുക. കാരണം കച്ചവടക്കാർ നിങ്ങളെ കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പം മറ്റുള്ള കടപ്പുറത്തിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്താണ് മീനിന് ഏറ്റവും കൂടുതൽ വിലയെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു കടപ്പുറത്തിന് വിട്ടിട്ട് നമ്മുടെ നാട്ടുകാർ തന്നെ വേറൊരു കടപ്പുറം ആശ്രയിച്ച് പോയി കഴിഞ്ഞാലേ ഭാവിയിൽ നമ്മുടെ ഈ വിഴിഞ്ഞ ഫിഷ് ലാൻഡിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കുറച്ച് വള്ളക്കാർ കുറച്ച് ദിവസത്തെ ആ ഒരു മീനിൻ്റെ വിലയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റൊരു കടപ്പുറം ആശ്രയിച്ച് പോയത്. നമ്മൾ ആയുഷ്കാലം മുഴുവനും നമ്മുടെ പാരമ്പര്യം മുഴുവനും കഴിയേണ്ട ഒരു കടപ്പുറമാണ് നമ്മൾ ഈ ഫിഷ് ലാൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കടപ്പുറത്തെ വിട്ടിട്ട് നിങ്ങൾ കുറച്ച് ആൾക്കാർ പോയി കഴിഞ്ഞാൽ നാളെ ഇനിയും ഒരുപാട് വള്ളക്കാർ എവിടെയാണോ അടുപ്പിക്കുന്നത് ആ സ്ഥലത്തിനായിരിക്കും ആശ്രയിച്ച് ആൾക്കാരൊക്കെ പോകുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറയുന്നത് പോലെ കുട്ടിച്ചൂര എണ്ണുമ്പോഴും അതിൽ മോശപ്പെട്ടതോ ചെറുതോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് എണ്ണുക. അതുപോലെ എണ്ണത്തിൽ എണ്ണം കുറയ്ക്കാതെ എണ്ണുക. അതുപോലെ തന്നെയാണ് ഈ വലിയ കുട്ടയിൽ കൊണ്ടുവന്ന് മീനിനെ ലേലത്തിൽ കൊടുക്കുക. അത്യാവശ്യം വിലയും കൂടുതൽ കിട്ടും, ഒരുപാട് കച്ചവടക്കാർ ഇവിടത്തേക്ക് വരും കേട്ടോ. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, വെളിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ മീനെടുക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ നാട്ടുകാരെക്കാളും ഭയങ്കര വാല്യൂ ഉള്ള ആൾക്കാരാണ് കേട്ടോ. അവർ ഈ വെളിയിൽ നിന്ന് വരുന്ന വേറെ കച്ചവടക്കാരെ വിരട്ടാനും പിടിച്ച് തള്ളാനും ഉന്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ വിഴിഞ്ഞത്തെ ജനങ്ങൾ ഇതും ഒന്ന് നിയന്ത്രിച്ചാൽ നല്ലതായിരിക്കും.